മതി, എനിക്ക് മടുത്ത്. ഇനി ഞാൻ കോഴീനെ വളർത്തുന്നില്ല. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ കോഴി വളർത്തൽ തുടങ്ങിയത്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി തീറ്റ വാങ്ങിക്കൊടുത്ത്, മരുന്നുകൾ വാങ്ങിക്കൊടുത്ത്, എന്തൊക്കെ ചെയ്തിട്ടും കോഴി മുട്ട കൊത്തി കുടിക്കുന്നു. വിൽക്കാൻ മാത്രമല്ല, എൻ്റെ വീട്ടാവശ്യത്തിന് പോലും എനിക്കൊരു മുട്ട കിട്ടുന്നില്ല. ഇനി കോഴീനെ വിൽക്കാമെന്ന് വിചാരിച്ചാലോ നന്നായിട്ട് തൂവലും കൊഴിയുന്നുണ്ട്. ഇതിനെ ഞാൻ എങ്ങനെ വിൽക്കും? എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. മതിയായി. കൊടുക്കുക ഞാൻ എല്ലാ കോഴീനെയും. ഒരുപാട് ആളുകൾ കോഴീനെ വളർത്തുന്നുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് കോഴിയുടെ തൂവൽ കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ കോഴി മുട്ട കൊത്തി കുടിക്കുന്നു എന്നുള്ളത്. എന്നോടും ഇങ്ങനെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാനും കോഴീനെ അത്യാവശ്യം വളർത്തുന്ന ഒരാളാണ്. ഇതിന് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്കും കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കുറച്ച് മുട്ടത്തോടാണ്. മുട്ടത്തോട് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ടത്തോടാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതെല്ലാം നാടൻ കോഴിയുടെ മുട്ടയാണ്. ഇത് ഞാൻ കഴുകി ഉണക്കിയതാണ് കേട്ടോ. ഇത് ഒന്നും കൂടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ്. നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കവറിൽ കാണുന്ന മുട്ടത്തോട് ഞാനൊരു 2 മാസം മുന്നേ എടുത്ത് വെച്ച മുട്ടത്തോടാണ്. ഇതുപോലെ നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം ഞാനതൊരു കവറിൽ എടുത്ത് വെച്ചതായിരുന്നു. അതായത് എൻ്റെ അടുത്ത് മുന്നേ പൊടിച്ച സ്റ്റോക്ക് ഉണ്ടായിരുന്നു. മുട്ടത്തോട് സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ഇതും കൂടി പൊടിച്ച് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് മുട്ടത്തോട് എടുത്ത് പൊടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച മൊത്തത്തിൽ ഒന്നായിട്ട് എടുത്ത് പൊടിക്കുക എന്നുള്ളത്. ഇതിൽ കോഴിമുട്ടത്തോടും അതുപോലെ കാടമുട്ടേൻ്റെ തോടും ഉണ്ട് കേട്ടോ. ഇതും ഞാൻ നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. മുട്ടത്തോട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം വേണം അത് ഉണക്കിയെടുക്കാൻ. അല്ലെങ്കിൽ പൂപ്പലോ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളുടെ കോഴിക്ക് വീണ്ടും അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിനി പുഴുങ്ങിയതായിക്കോട്ടെ പൊരിച്ചതായിക്കോട്ടെ ആ മുട്ടത്തോട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അടുപ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു തട്ടിൻ്റെ മുകളിലോ അങ്ങനെ ഉണക്കാൻ വെക്കുക. എന്നിട്ട് നന്നായിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. ഉണക്കാതെ ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം ഒട്ടും നനവ് പാടില്ല. ഇതിപ്പോൾ ഞാൻ 2 മാസം മുന്നേ എടുത്ത് വെച്ചതായിരുന്നു. ടെറസിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഉണക്കിയെടുത്ത് കവറിൽ വെച്ചതായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ പൊടിച്ചിട്ടില്ല. ആ ഒരു ചാക്കിൽ കാണുന്ന മുട്ടത്തോട് ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ രണ്ടും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണക്കാൻ ഇടുന്നുണ്ട്. ഒരു തുണിയും കൂടി ജസ്റ്റ് ഒന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാക്ക കൊത്തി കൊണ്ടുപോകുന്നതിന്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ മുട്ടത്തോടില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ചെറിയ ഹോട്ടലുകളിൽ പോയാൽ അവിടെ നിന്ന് മുട്ടത്തോട് കളക്ട് ചെയ്യാം. അതുപോലെ മറ്റേ തട്ടുകട അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മുട്ടത്തോട് കളക്ട് ചെയ്യാം. പിന്നെ ഒരുപാട് ആളുകൾ മുട്ടത്തോട് ഇതുപോലെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് വൃത്തികേടാണല്ലേ. ഒരിക്കലും ചെടിയുടെ മെരട്ട് ഇങ്ങനെ മുട്ടത്തോട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു മുട്ടത്തോട് കഴുകുകയോ അല്ലെങ്കിൽ പൊടിക്കുകയോ അല്ലെങ്കിൽ മണ്ണിൽ മിക്സ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെടിയുടെ മെരട്ടിട്ട് കൊടുത്തതാണ്. അത് കാണുന്ന സമയത്ത് തന്നെ നമുക്കൊരു അറപ്പ് വരും. ഞാനൊരു സ്ഥലത്ത് പോയ സമയത്ത് ആ ഒരു വീടിൻ്റെ മുറ്റത്ത് കണ്ടൊരു കാഴ്ചയാണ് കേട്ടത്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതെന്ന് മാത്രം. പുറമേ നിന്ന് ആളുകൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ വീടിൻ്റെ മുന്നിലൊക്കെ ചെടികൾ വെക്കുകയാണെങ്കിൽ ഈ ഒരു മുട്ടത്തോടൊക്കെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ മുട്ടത്തോട് ഉണങ്ങിയിട്ടുണ്ട്, നന്നായി ഉണങ്ങിയിട്ടുണ്ട്. പൊടിച്ചു കൊടുത്തത് കൊണ്ട് വെള്ളമോ ഒന്നും തന്നെയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്സീൻ്റെ ജാറിലും ഒരു തുള്ളി വെള്ളവും പാടില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ ഒരു മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഈ ഒരു മുട്ടത്തോട് പൊടിക്കുന്നത്. കാരണം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുത്തതാണ്. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഴയ മിക്സിയുടെ ജാറുണ്ടെങ്കിൽ അതിൽ പൊടിച്ചെടുക്കുക. കണ്ടോ, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അലർജീൻ്റെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കട്ടോ. ഇതിൽ നിന്ന് നന്നായിട്ട് പൊടി പറക്കും. കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ പൊടിച്ചെടുക്കാൻ. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്നിങ്ങനെ കറക്കി കൊടുത്താൽ അത് പെട്ടെന്ന് പൊടിയാവും. ഞാനിപ്പോൾ തൽക്കാലം ഇതൊരു ബോട്ടിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ബോട്ടിലും അതുപോലെ നനവില്ലാത്തതായിരിക്കണം കേട്ടോ. നമുക്ക് മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നമുക്കിത് നന്നായിട്ട് സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുട്ടത്തോടിലോ അല്ലെങ്കിൽ മിക്സി ജാറിലോ ഒരു ബോട്ടിലോ വെള്ളത്തിൻ്റെ ഒരംശം പോലും ഉണ്ടാവാൻ പാടില്ല. മുട്ട നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം ഉണക്കിയെടുക്കാൻ. അത്രയും മാത്രം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ഭാഗത്തൊന്നും കൊണ്ട് വയ്ക്കരുത്. അവർക്കറിയില്ലല്ലോ ഇത് മുട്ടത്തോടിൻ്റെ പൊടിയാണെന്നുള്ളത്. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. നല്ലൊരു ബോട്ടിലിൽ അടച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇനി കുറച്ചും കൂടി പൊടിക്കാനുണ്ട്. ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തൽക്കാലം ഇത്രയേ പൊടിച്ചിട്ടുള്ളൂ. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ളത് നാടൻ കോഴികളാണ്. ചോറിലേക്ക് ഞാൻ തേങ്ങാപ്പിണ്ണാക്കും അതുപോലെ കുറച്ച് തീറ്റയും കൂടി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. അത് നന്നായിട്ട് ചോറുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച ഒരു മുട്ടത്തോടിൻ്റെ പൊടി ഉണ്ടല്ലോ, അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഏകദേശം ഒരു 2.5-3 സ്പൂണിൻ്റെ അടുത്ത് ആ ഒരു ചോറിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ കോഴികൾക്ക് കൊടുക്കും കേട്ടോ. നിങ്ങൾ ഇതുവരെ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒട്ടും പൈസ ചിലവില്ലാതെ എളുപ്പത്തിൽ കോഴിയുടെ ആ ഒരു തൂവൽ കൊഴിയുന്നത് മാറ്റിയെടുക്കാനും അതുപോലെ അവർ മുട്ട കൊത്തി കുടിക്കുന്നത് ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കാനും കഴിയും കേട്ടോ. മുട്ട കൊത്തി കുടിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് കാൽസ്യം അതുപോലെ പ്രോട്ടീൻ അതിൻ്റെ കുറവ് കൊണ്ടാണ് അവർ മുട്ട കൊത്തി കുടിക്കുന്നത്. അപ്പം നമുക്ക് അത് ഒരു പരിധി വരെ ഈ ഒരു മുട്ടത്തോടിൻ്റെ പൊടി കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾ മടിച്ചിട്ട് മുട്ടത്തോട് കൈയോട് പൊടിച്ചിട്ട് അങ്ങനെ കോഴിക്ക് കൊടുക്കരുത്. അവർക്ക് മനസ്സിലാവില്ല. നമ്മളിങ്ങനെ പൊടിച്ച് ചോറിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫുഡിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് എപ്പോഴും മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തൂവൽ കൊഴിയുന്നതും കാൽസ്യത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ മുട്ടത്തോട് ഡെയിലി കൊടുക്കരുത്. 2 ദിവസം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുന്ന സമയത്ത് ഇതുപോലെ ചോറിലൊക്കെ കൂട്ടി കുഴച്ച് കൊടുത്താൽ അവർക്ക് നന്നായിട്ട് തൂവലൊക്കെ വയ്ക്കും. പിന്നെ എൻ്റെ കോഴിയുടെ കുറച്ച് തൂവലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാൽസ്യക്കുറവല്ല കേട്ടോ, അവർ നന്നായിട്ട് കൊത്ത് കൂടുന്നതാണ്. അതുപോലെ നമ്മൾ കൂടിൻ്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കൂടുകളാണെങ്കിൽ അവർക്ക് എന്താ പറയുക, കൂട്ടിൽ നന്നായിട്ട് കാറ്റും വെളിച്ചമൊക്കെ തട്ടുന്നില്ലെങ്കിൽ അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് തന്നെ തൂവൽ കൊത്തി കൊഴിക്കുന്ന കോഴികളുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ കൂട്ടിൽ കാറ്റും വെളിച്ചമൊക്കെ നന്നായിട്ട് കയറുന്നുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളത് നമ്മളാണ് ഉറപ്പ് വരുത്തേണ്ടത്. മൃഗാശുപത്രിയിൽ പോയാലും അതുപോലെ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയാലും നമുക്ക് ഒരുപാട് മരുന്നുകൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പക്ഷേ അത്രയും രൂപ കൊടുത്തിട്ട് നമുക്ക് എപ്പോഴും മരുന്ന് വാങ്ങാൻ കഴിയണമെന്നില്ല. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്നും തട്ടുകടയിൽ നിന്നൊന്നും കിട്ടുന്നില്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ഒരു കിച്ചണിൽ പോയി നോക്കിയാൽ അവരോട് പറഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം അവർ കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നുണ്ട്. എങ്ങനെയാലും ഒരു ദിവസം ഒരു 100-500 മുട്ട എന്തായാലും മുട്ടത്തോട് കിട്ടും. ആ ഒരു മുട്ടത്തോട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ഓട്ടക്കൊട്ടയിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് 2 ദിവസം മതി. നന്നായിട്ട് കൈയോട് പൊടിച്ച് വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതൊരു ബോട്ടിൽ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കിതിൽ ചോറിൻ്റെ കൂടെ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതും അവർക്ക് കൊടുക്കാം. പിന്നെ മഞ്ഞൾ വെള്ളം കൊടുക്കാം. ഇത് 1 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാൻ കഴിയും കേട്ടോ. അവർക്ക് തൂവൽ കൊഴിയുന്നതും അതുപോലെ മുട്ട കൊത്തി കുടിക്കുന്നതും മാത്രമല്ല, അവർ നന്നായിട്ട് മുട്ട ഇടുകയും ചെയ്യും കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്ന സമയത്ത്. പിന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ മുട്ട ഇടുന്ന സമയത്ത് കഴിയുന്നതും നിങ്ങൾ ആ മുട്ട ആ ഒരു കൂട്ടിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കുക. കാരണം ഒരു പക്ഷേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അറിയാതെ കാല് തട്ടിയിട്ട് മുട്ട പൊട്ടിപ്പോകുന്നതായിരിക്കാം. പക്ഷേ 2-3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചാൽ അവർ ആ ഒരു മുട്ട ടേസ്റ്റ് ചെയ്യും. അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു രുചി അവർ തിരിച്ചറിഞ്ഞാൽ പിന്നീട് അവർ മുട്ട കണ്ടാൽ വിടില്ല കേട്ടോ, അവർ കൊത്തി കുടിക്കും. അപ്പോൾ ഒരു കോഴി കുത്തി കുടിക്കുന്നത് കണ്ടാൽ മറ്റു കോഴികളും അത് തന്നെ ആവർത്തിക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു മുട്ട പോലും കിട്ടില്ല. അതുകൊണ്ട് മുട്ട കൊത്തി കുടിക്കുന്ന ഏതെങ്കിലും കോഴി നിങ്ങളുടെ കൂട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ആ ഒരു കോഴീനെ വേറൊരു കൂട്ടിലേക്ക് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ മറ്റു കോഴികൾ മുട്ടയിടുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ആ ഒരു മുട്ട കൂട്ടിൽ നിന്നും മാറ്റുക കേട്ടോ. ഇനി ആരും മുട്ടത്തോട് കുപ്പയിലേക്ക് വലിച്ചെറിയരുത്. മുട്ടത്തോടിൽ നിന്നും നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. മുട്ടത്തോട് പൊടിച്ച് കോഴിക്ക് ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വഴി അവരുടെ മുട്ടയുൽപാദനം വർദ്ധിക്കുകയും അവർക്ക് കൊഴിഞ്ഞു പോയ തൂവലുകളൊക്കെ തിരികെ വരികയും അതുപോലെ അവർ മുട്ട കൊത്തി കുടിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ. അതുമാത്രമല്ല, വീട്ടിൽ ചെടികളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു പൊടി മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ.